യഥാർത്ഥത്തിൽ നമ്മുടെ കടുത്തുരുത്തി ഫൊറോണയിലെ എല്ലാ പള്ളികളിലും കൃത്യമായി ഈ മീറ്റിംഗ് സംബന്ധിച്ച് വിവരം എത്തിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ ഹോള് നിറഞ്ഞ് കവിഞ്ഞ് ആള് വരുമായിരുന്നു. പലരും പക്ഷേ ഈ സംഭവം അറിഞ്ഞിട്ടില്ല എന്നുള്ളത് സത്യമാണ്. പലർക്കും ഇപ്പോഴും എന്നാ നടക്കുന്നതെന്ന് അറിയത്തില്ലെന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം. കാരണം അത് നമ്മൾ പറയുന്നില്ലല്ലോ. പറയാനുള്ള ഇതുപോലുള്ള ചില മീറ്റിങ്ങുകളൊക്കെ സംഘടിപ്പിച്ച് വരുന്നതേ ഉള്ളൂ. ഏതായാലും ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി നാം പ്രവർത്തിക്കണം. ചില ആളുകളുടെ ആക്ഷേപം ഇവിടെ അമേരിക്കയിലെ പ്രശ്നത്തിന് നിങ്ങളെന്തിനാണ് ഇവിടെ സംസാരിക്കുന്നതെന്നായിരുന്നു. അതിന് മറുപടി ഇപ്പോൾ ഷീൻസ് പറഞ്ഞല്ലോ. ഇനി നമ്മളാരും പറയേണ്ടതില്ല. ഷീൻസ് ആരാ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇവിടെ ജോയി സാറ് പ്രസിഡൻ്റായിരിക്കുന്ന പോലെ അമേരിക്കയിലെ എല്ലാ സ്റ്റേറ്റിലെയും നമ്മുടെ കാനാഡക്കാരുടെ സംഘടനയുടെ സംയുക്ത സംഘടനയായ KCCNA, കാനാഡ കാത്തലിക് കോൺഗ്രസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പ്രസിഡൻ്റാണ് ശ്രീ ഷീൻസ് ആകശാല. അപ്പോൾ അവരുടെ നിലപാട് നമ്മുടെ നിലപാട് തന്നെയാണ് എന്ന കാര്യത്തിൽ മാറ്റമില്ലല്ലോ. ഇനി ഓസ്ട്രേലിയയിൽ നിന്ന് ആൾ വന്ന് കാനാഡക്കാരൻ പ്രസംഗിച്ചാലും ഇത് തന്നെ പറയും, ലണ്ടനിൽ നിന്ന് വന്ന് പ്രസംഗിച്ചാലും ഇത് തന്നെ പറയും. ആ കാര്യം സംശയമില്ല. ലോകത്തിലുള്ള കാനാഡക്കാരെല്ലാം ഒറ്റക്കെട്ടാണ് ഈ കാര്യത്തിൽ. ഇവിടെ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നത് പോലെ ഈ മീറ്റിങ്ങോ സംസാരമോ ഒന്നും നമ്മുടെ രൂപതയ്ക്കെതിരോ അച്ഛന്മാർക്കെതിരോ സഭയ്ക്കെതിരോ അല്ല 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 എന്ന് ആവർത്തിച്ച് പറയട്ടെ. അത് ജോയി സാറും ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു. നമുക്കൊരൊറ്റ കാര്യത്തിൽ അഭിപ്രായത്തിൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ നമുക്ക് നൽകിയ നമ്മുടെ പാരമ്പര്യം ഷീൻസ് പ്രസംഗം അവസാനിപ്പിച്ച് കണ്ടല്ലോ. നമ്മൾ മർത്തവം പാടിയ അത് പാടണ്ടേ നമ്മൾ ഉള്ളിടത്തോളം കാലം. അത് പാടാനുള്ള അവസരത്തിന് വേണ്ടിയാണ് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചിരിക്കുന്നത്. നോക്കണം, അതിനു വേണ്ടിയാണ്, അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയല്ല. പ്ലാൻ നമുക്ക് പൂർവ്വപിതാക്കന്മാർ കൈമാറി തന്ന 1667 വർഷത്തെ നമ്മുടെ പാരമ്പര്യം, ആ പാരമ്പര്യം എന്ത് കാരണം കൊണ്ടും എന്ത് ന്യായീകരണം കൊണ്ടും അതിനെ ഇല്ലാതാക്കുന്ന ഒരു കാര്യത്തോടും കോംപ്രമൈസ് ചെയ്യാൻ ഒരു കാനാഡക്കാരനും കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ സത്യത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ. പലരും ഇപ്പോൾ ഇങ്ങനെ കുറ്റം പറയുന്നവരൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? നിങ്ങളെന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഇവിടെ ഇരിക്കുന്നവരെല്ലാം വന്നിരിക്കുന്നത് എന്തിനാണ്? ഒരൊറ്റ കാര്യത്തിനാണ്. നമുക്കൊന്നും ഒരു വേറെ പണിയില്ലാണ്ടല്ല, ഒറ്റ കാര്യത്തിനാണ്. ജനിച്ച സമുദായത്തിൽ വളരണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മൾ വന്നിട്ടുള്ളത്. അത് നമ്മുടെ മൗലികമായ അവകാശമല്ലേ, നമ്മുടെ റൈറ്റാണ്, നമ്മുടെ അവകാശമാണ്. യാതൊരു സംശയവുമില്ല. തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഐക്യത്തോടുകൂടിയും നമ്മുടെ ഒരുമയോടുകൂടിയും നടത്തിയ സമ്മേളനമാണ് കേരളത്തിൽ ഒരു രൂപതയ്ക്ക് നടത്താൻ കഴിയാത്തത് അത്യുജ്വലമായിരുന്നു കോട്ടയത്ത് നടത്തിയത്. അതുപോലെ ഇനിയും നമുക്ക് നടത്തണം. നമ്മുടെ വരുന്ന തലമുറയ്ക്ക് നമുക്ക് നടത്തണം. അത് നടത്തണമെങ്കിൽ ഈ സമുദായം ഇതുപോലെ നിലകൊള്ളണം. ഒറ്റ കാര്യം മാത്രം എനിക്ക് സന്തോഷമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു, ബാബു സാർ ജോയി സാർ സൂചിപ്പിച്ചു. കഴിഞ്ഞ അപ്രദേശം അഭിമന്യ പിതാവ് ലേഖനം എഴുതിയപ്പോൾ ഒരു വലിയ സന്തോഷമുണ്ട്. കാനാഡക്കാരനെ കുറിച്ചുള്ള നിർവചനം നല്ല ഭംഗിയായി അതിൽ എഴുതിയിട്ടുണ്ട്. ആ നിർവചനം അങ്ങനെ നിർവചിച്ചില്ലായിരുന്നു എങ്കിൽ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ സമുദായത്തിൻ്റെ ജന്മകാലം മുതൽ നമുക്കെതിരെ കുറ്റം പറഞ്ഞ് നോട്ടീസ് ഇറക്കിയ ശ്രീ പുന്നൻ, ഞാൻ കണ്ടിട്ടില്ല പുന്നനെ, ജോയി സാർ അറിയാമെന്ന് അറിയാൻ പോലെ ഏറ്റുമാനൂരിൽ താമസിക്കുന്ന ആളാണ് പുന്നൻ. ജോയി സാർ കൊണ്ട് പ്രസംഗിച്ച പോലെ നല്ല സുന്ദരിയായ പെണ്ണിനെയും സമ്പന്നയായ പെണ്ണിനെയും കണ്ടപ്പോൾ സമുദായത്തെ മറന്ന് പുറത്തുനിന്ന് വിവാഹം കഴിച്ചവനാണ് ആ പുന്നൻ. നമ്മുടെ സകല നേതാക്കന്മാർ മധ്യതാക്കന്മാരെയും കുറ്റം പറഞ്ഞിരിക്കുക. എനിക്ക് സങ്കടം വന്നു. അഭിമന്യ ഈ രൂപതയ്ക്ക് രൂപം കൊടുത്ത അഭിമന്യ മാക്കീർപ്പിനാഥനെ, പരിശുദ്ധമാക്കീർപ്പിനാഥനെ കുറിച്ച് അങ്ങോട്ട് പറഞ്ഞെങ്കിൽ നിങ്ങൾ വായിക്കണം. നിങ്ങൾ വായിക്കണം. അത് സമയം കഴിഞ്ഞാൽ ഒന്നാം തീയതി വായിച്ചു കേൾപ്പിക്കേണ്ടത്. നമ്മുടെ സകല പിതാക്കന്മാരെ കുന്നശ്ശേരി പിതാവിനെ വരെ ആക്ഷേപിച്ച് നമ്മളെ ആക്ഷേപിച്ച് എഴുതിയ നോട്ടീസ് എഴുതിയ ശ്രീ പുന്നൻ പോലും ആദ്യത്തെ നിർവചനമായിരുന്നെങ്കിൽ ഏറ്റുമാനൂർ ഇടവക്കാരനായ സംശയം വേണ്ട, സംശയമില്ല. അങ്ങനെയാണല്ലോ നമുക്ക് റോമിൽ അനുവദിച്ചത് 910 അനുവദിച്ചത് കാനാഡക്കാർക്കുള്ള പള്ളിയാണ്. ആരാണ് കാനാഡക്കാരെന്ന് പറഞ്ഞാൽ കാനാഡ മാതാപിതാക്കൾ മാത്രം ജനിച്ചവനാണെങ്കിൽ ആ പുറത്തുനിന്ന് കെട്ടിയവരൊക്കെ ഏതാണ്ടാവും, ഇവിടെയാണോ ആവും, കർജത്തിലാവും, അങ്ങായേ പറ്റൂ. അങ്ങനെയാണ് വ്യാഖ്യാനമെങ്കിൽ അങ്ങനെ ആയേ പറ്റൂ. അതുകൊണ്ട് ആ വ്യാഖ്യാനം മാറ്റിയതിൽ നമുക്ക് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. ഒരു കാര്യം കൂടെ അഭിമന്യ പിതാവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നാൽ നമ്മുടെ അൽമാരുടെ വികാരത്തെ മാനിച്ചുകൊണ്ട്, നമ്മളൊക്കെ പറയുന്നത് ഈ സമുദായത്തിന് വേണ്ടിയല്ലേ, വ്യക്തിപരമല്ലല്ലോ. നമ്മൾ ആരും പറയുന്നത് വ്യക്തിപരമല്ല, നമ്മൾ ജനിച്ചു വളർന്ന സമുദായത്തിന് വേണ്ടിയാണ്. ഒരു കാര്യം കൂടെ
അമേരിക്കയിലാണെങ്കിലും എവിടെയാണെങ്കിലും പുറത്തുനിന്ന് വിവാഹം കഴിച്ച ആളിനെ പള്ളിയിൽ അംഗമാക്കാൻ തയ്യാറല്ല, അത് വേണ്ട, അത് സ്റ്റാറ്റസ് കോ അനുസരിച്ച് ഇപ്പൊ പോകുന്നത് പോലെ പോകട്ടെ എന്നൊരു പ്രഖ്യാപനം അഭിമന്യ മൂലക്കാട് പിതാവ് നടത്തിയാൽ പിന്നെ നമ്മൾ പഴയതുപോലെ ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകും, ശക്തമായി മുന്നോട്ട് പോകും. എൻ്റെ മനസ്സിലെ കാഴ്ചപ്പാട് ഞാൻ വ്യക്തിപരമായി നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുകയും ഇവിടെ നമ്മൾ ഒപ്പിടുന്ന സൂയി ജൂറിസ് ചർച്ചിനെ ഒപ്പ് ശേഖരിക്കുകയും ആ ഒപ്പ് റോമിൽ വരെ നമ്മുടെ സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് നമ്മൾ കൊടുത്ത് റോമിൽ ചെന്ന് അത് നമുക്ക് അനുവദിച്ച് തരികയും ചെയ്യുന്ന ഘട്ടം വരികയും എൻ്റെ സ്വപ്നമാണ് ഞാൻ പറയുന്നത്, വരികയും അതനുസരിച്ച് ഒരു സീറോ മലബാർ സഭയുടെയും ആശ്രയം കൂടാതെ ലോകത്തെവിടെ കാനായക്കാരുണ്ടോ 10 പേര് വിളിച്ചുണ്ടോ അവിടെ കാനായക്കാരുടെ പാസ്റ്റൽ കെയർ നടത്താൻ അവിടെ പള്ളി അനുവദിക്കാൻ മൂലക്കാട് പിതാവിന് അധികാരം ലഭിക്കുകയും പള്ളികൾ വർദ്ധിക്കുമ്പോൾ അവിടെ രൂപത അനുവദിക്കാൻ മൂലക്കാട് പിതാവിന് അധികാരം ലഭിക്കുകയും അവിടെയെല്ലാം ബിഷപ്പുമാരും നമ്മുടെ വലിയ രൂപതയായ കോട്ടയം രൂപതയും മറ്റ് അമേരിക്കയിലും മലബാറിലും പ്രദേശങ്ങളിലുമെല്ലാം നമ്മുടെ വിവിധ രൂപതകളിൽ വന്ന് അതിൻ്റെ എല്ലാം മേജർ ആർച്ച് ബിഷപ്പായി മൂലക്കാട് പിതാവ് ഇരിക്കുന്ന സ്വപ്നമാണ് ഞാൻ കാണുന്നത് എന്ന് സന്തോഷത്തോടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഈ ഒപ്പിടി, മറ്റൊന്നിനു വേണ്ടിയില്ല. അതിനുവേണ്ടിയാണ് ഈ മീറ്റിംഗ്, അതിനുവേണ്ടിയാണ് നമ്മൾ മെനക്കെട്ട് യാത്ര ചെയ്യുന്നത്. അതൊരു തെറ്റാണോ ചെയ്തത്? അതൊരു കുറ്റമാണോ? അപ്പൊ അതിലേക്ക് നമുക്ക് പോകണം. അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ ആത്മായ ഉണർന്നിരിക്കണം. ഒരിക്കലും 50% അച്ഛന്മാരും ഇതിന് അനുകൂലമാണ്. ചില അച്ഛന്മാരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്, ഇരിക്കട്ടെ, അവരും ഞങ്ങളോടൊപ്പം വരും, നമുക്ക് അക്കാലത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എനിക്കതാ പറയാനുള്ളത്. ബിഷപ്പും അച്ഛന്മാരും നമ്മുടെ ആത്മായും എല്ലാം ചേരുന്നതാണ് സഭ. രണ്ടാമത്തെ സാധാരണ പറയുന്നത് ചർച്ച് എന്ന് പറയുന്നത് വിശ്വാസികളുടെ കൂട്ടായ്മയാണ് ചർച്ച്. അതാണ് രണ്ടാമത്തെ പറയുന്നത്. അപ്പൊ വിശ്വാസികളും വൈദികരും ആത്മാവിനാണ് വിശ്വാസികൾ, പിന്നെ ബിഷപ്പും എല്ലാം ചേരുന്നതാണ് നമ്മുടെ സഭ. അതുകൊണ്ട് എല്ലാം ചേർന്ന ഈ സഭ ഒരുമിച്ച് പരമ്പരാഗതമായി നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കൈമാറിയ ഈ സമുദായത്തെയും സഭയെയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക, ഒറ്റ കാര്യമുണ്ട്. നമ്മുടെ അതേ സ്ഥിതിയിലാണ് സീറോ മലബാർ സഭ. അല്ല, അവരിപ്പോൾ നിർമ്മിക്കൊന്നും വേണ്ട. അവർ സ്ഥിതിയത എന്താണെന്നറിയോ? ഡൽഹിയിൽ അവർക്ക് പള്ളിയിലായിരുന്നു ഇത്രനാൾ. നമ്മൾ എങ്ങനെ അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു അത് തന്നെയായിരുന്നു സീറോ മലബാർ സഭയ്ക്ക് ഡൽഹി. അവർക്ക് അവരുടേതായ പള്ളി ഓടിക്കുകയില്ല. അവിടെ ലാറ്റിൻ ഡയസിസാണ്, ലാറ്റിൻ മറ്റാൻ സമ്മതിക്കുകയില്ല. നിങ്ങൾ വേണേൽ ഞങ്ങളോട് ചേർന്നു എന്നാ ലത്തീൻ പിതാവ് പറഞ്ഞത്. അപ്പോൾ ഇവർ ചേരാൻ തയ്യാറായില്ല. ഇവിടുന്ന് സീറോ മലബാർ സഭ സൂയി ജൂറിസ് ചർച്ചയാണ് സീറോ മലബാർ സഭ. സീറോ മലബാർ സഭ അച്ഛന്മാരെ നമ്മൾ അയച്ചു. എന്നിട്ട് ഡൽഹി മാസ് സെന്ററുകൾ ആരംഭിച്ചു. അവിടുത്തെ സീറോ മലബാർ സഭയ്ക്ക് വേണ്ടി മാസ് സെന്ററുകൾ ആരംഭിച്ചു. അത് അവിടുത്തെ രൂപതയുടെ തീരുമാനത്തിൽ വരുത്തണം. സീറോ മലബാർ സഭ ചെയ്ത കാര്യമാണ്. അങ്ങനെ മാസ് സെന്ററുകൾ ഡൽഹിയിൽ ആരംഭിച്ച് അത് പള്ളികളാക്കി മാറ്റി. അതിനോട് ഡൽഹിയിലെ കാനായക്കാരും കൂടിച്ചേർന്ന് ആത്മാർത്ഥമായി നിന്ന് അവിടെ രൂപതയായി. ഇനിയിപ്പോൾ അവിടെ പ്രശ്നം വരാൻ പോകും. അവിടെ നമ്മൾ ഇത് തന്നെ പറയും, അന്നേരം പറയും നിങ്ങൾക്ക് തരികയെന്ന് പറയും. അത് ശരിയാണോ? സീറോ മലബാർ സഭയ്ക്ക് മൈനോറിറ്റിയുടെ പ്രയോജനം ലഭിക്കുന്നുവെങ്കിൽ കാനായക്കാർക്കും മൈനോറിറ്റിയുടെ പ്രയോജനം ലഭിക്കണം. എനിക്കൊരു കാര്യത്തിൽ അഭിമാനമുണ്ട്. ഡൽഹിയിലെ ഒരിടവകക്കാർ പറഞ്ഞു, ഞങ്ങൾക്ക് പൂർണ്ണമായ എൻഡോഗമി പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന ഇടവകയല്ലെങ്കിൽ ഞങ്ങൾക്ക് പള്ളിയേ വേണ്ട എന്ന് അവിടുത്തെ കാനായക്കാർ പറഞ്ഞു എന്ന് ഞാൻ അഭിമാനത്തോടെ ഓർക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ പൂർവ്വപിതാക്കന്മാർ കൈമാറി തന്ന ഈ നമ്മുടെ പാരമ്പര്യവും തനിമയും അത് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നത് വരെ നമ്മൾ ആരോടും യുദ്ധം ചെയ്യാനല്ല, ആരോടും സമരത്തിനല്ല, നമ്മുടെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കണം. അത് തന്നെ ഉന്നശ്ശേരി പിതാവ് ഉൾപ്പെടെ, നമ്മുടെ മാറ്റി പിതാവ് ഉൾപ്പെടെ, തറയിൽ പിതാവും കുളപ്പുറമ്പ് പിതാവ് ഉൾപ്പെടെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ നടത്തിയ അതിനെന്താ പറയുന്നത് കൂടെ ശ്രമങ്ങളും തന്നെ പറയാം. ആത്മാർത്ഥമായ ശ്രമം, ആ ശ്രമം പോലെ ശാന്തവും സമാധാനവുമായ പരിശ്രമം നമ്മുടെ രൂപത ഒറ്റക്കെട്ടായി ഇതിനു വേണ്ടി നടത്തി മുന്നോട്ട് പോയി ഈ നേടിയെടുക്കാൻ ഏകദേശം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. നമസ്കാരം.